ഹലോ, എല്ലാവർക്കും ശ്രീദേവി കമ്പിളി ലോസിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹെയർ കെയർ ടിപ്സാണ്. അതായത് നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മാറാനും മുടി നല്ല കട്ടിയായിട്ട് വളരാനുള്ള ഒരു ഇതാണ്. അപ്പം ഞാനിത് ഉപയോഗിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കറിയാം മുടി നല്ല കട്ടി വെക്കുക എന്നുള്ള കാര്യം 100% ഞാൻ ഗ്യാരണ്ടിയാണ്. അപ്പോൾ അതുപോലെ സിമ്പിളായിട്ട് നമ്മുടെ ചിലവ് കുറഞ്ഞ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് മുടി കൊഴിച്ചിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു 2-3 ദിവസം വിട്ട് കൊടുക്കണം. എന്നാലേ അത് പൂർണ്ണമായിട്ട് നിങ്ങളുടെ മാറത്തുള്ളൂ. പിന്നെ എന്താ പറയണ, അല്ലാത്തവർ നമുക്ക് എന്തായാലും ആഴ്ചയിൽ 1 പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇതിനെക്കുറിച്ചൊക്കെയാണ്. അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മളിതൊരു ഓവർനൈറ്റ് വെച്ചതാണ്. ഇത് നമ്മുടെ ചായപ്പൊടി പിന്നെ ഉലുവ. അപ്പോൾ ഇതെന്തിനാണ് നമ്മളിങ്ങനെ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ തലേ ദിവസം വെള്ളത്തിലിട്ട് കഴിയുമ്പോൾ നമ്മുടെ ഉലുവ നല്ലതായിട്ട് കുതിർന്ന് വരുള്ളൂ. അപ്പം എല്ലാവരും വിചാരിക്കും എന്നാൽ പിന്നെ ഒരുമിച്ച് ഇത് ഉലുവ രാവിലെ തിളപ്പിച്ചാൽ പോരേന്ന് വിചാരിക്കും. പക്ഷേ നമ്മളങ്ങനെ ഉലുവ വെറുതെ തിളപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ വിചാരിക്കണ ആ ഒരു ഗുണം കിട്ടത്തില്ല. അതിനാണ് നമ്മൾ തലേ ദിവസം ചായപ്പൊടിയും നമ്മുടെ ഉലുവയും കൂടി വെള്ളത്തിലിട്ട് വെക്കുന്നത്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചു കൊടുക്കണേ. അപ്പോൾ നമ്മുടെ മുടിയിൽ ഈ സ്പ്ലിറ്റൻസ് ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പം നമുക്ക് ഇത് മാറിക്കിട്ടും കേട്ടോ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് 2 സാധനം കൂടി ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പം നിങ്ങൾ മുടി കൊഴിച്ചിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒട്ടും പേടിക്കണ്ട, ഈ ഒരു ടിപ്സ് ചെയ്താൽ മതി. പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുടി കൊഴിച്ചിലൊക്കെ മാറിക്കിട്ടും. പിന്നെ അത് തന്നെയല്ല, നമ്മുടെ ഇപ്പം മുടി കൊഴിച്ചിലില്ലാത്തവർക്ക് ഇത് വരട്ടാൻ പറ്റും. മുടി നല്ല കട്ടിയോടെ വളരാനായിട്ട് നമുക്ക് ഇത് ഏറ്റവും കൂടുതൽ സഹായിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മുടി കൊഴിച്ചിലും ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു 3-4 ദിവസമൊക്കെ ഇത് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ പിന്നെ നമുക്ക് ഷാമ്പു വാഷോ ഒന്നും വേണ്ട. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ഉപകാരമാണത് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ 1-2 ദിവസം നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾക്ക് ഇത് ചെയ്ത് കൊടുക്കുക. എന്തായാലും ആഴ്ചയിൽ 1 ദിവസം നിങ്ങൾ എന്തായാലും ഇത് ചെയ്ത് കൊടുത്തിരിക്കണം. അത്രയ്ക്ക് നല്ല റിസൾട്ടാണ്. ഒരു ചിലവ് ഇല്ലാത്തൊരു കാര്യമാണ് നമുക്ക് നമ്മുടെ മുടി ഇതായി കിട്ടാൻ വേണ്ടി. വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ കാര്യമാണ്. ഞാനിത് എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. അപ്പം എൻ്റെ മുടിക്ക് കട്ടി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എനിക്ക് ഹെൽപ്പ് ചെയ്തൊരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ 1 ഗ്ലാസ് വെള്ളത്തിലാണ് ഞാനിത് പിന്നെ ഈ ചായപ്പൊടി ഉലുവയിട്ടേക്കണത്. അപ്പോൾ നമുക്കതൊരു 3/4 ഗ്ലാസ് ആക്കിയാൽ മതി. ഇനി നമുക്ക് അടുത്തായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഒരു മിക്സി എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് നമുക്കിത് ഇത്രയുള്ള ഒരു കറ്റാർവാഴയുടെ ഒരു പീസ് എടുക്കണം. എന്നിട്ട് ഇതുപോലെ സൈഡൊന്നും നമുക്കൊന്ന് വരഞ്ഞു കൊടുക്കുക. അപ്പം ഇത് നിങ്ങളുടെ എന്താ പറയുക, മുടി കൊഴിച്ചിലിന് വേറെ ഒന്നും വേണ്ട കേട്ടോ. ഇത് മാത്രം മതി. നിങ്ങൾ ധൈര്യമായിട്ട് ഇതിട്ടോ. ഒരു ആയുർവേദ ഷോപ്പിലൊന്നും നിങ്ങൾ പോകണ്ട. ഇനി മുടി പോയെന്നും പറഞ്ഞ് ചിലവർ ഡോക്ടറെയൊക്കെ കാണാൻ പോകും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ പൾപ്പ് നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് ഇടുക. ഇതിപ്പോൾ ഒരു നല്ല സാധനം വേറെ ഇല്ല. അപ്പോൾ നമ്മളില്ലാത്തവരൊക്കെ ആണെങ്കിൽ ഒരു കറ്റാർവാഴ മേടിച്ച് പിടിപ്പിച്ചാൽ മതി. പെട്ടെന്ന് തന്നെ പിടിക്കും. ഇത് കണ്ട് ഇങ്ങനെ ഈ പൾപ്പ് എടുക്കുക. അത്രയും നല്ലതാണ് നമ്മുടെ മുടിക്ക് കറ്റാർവാഴ.
അപ്പം നിങ്ങൾ തണുപ്പ് പറ്റത്തില്ല അങ്ങനെയൊന്നും വിചാരിക്കണ്ട. ഒരു 10 മിനിറ്റ് ആർക്കും പറ്റാണ്ടിരിക്കുകയില്ല. എനിക്കും ഈ തുമ്മലൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് കറ്റാർവാഴ അധികം തണുപ്പൊന്നും പറ്റത്തില്ല. പക്ഷേ നമ്മൾ 10 മിനിറ്റ് നമുക്ക് എന്തായാലും ഇടാം, കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കേണ്ട എന്താണെന്നറിയാമോ? ഈ ഒരു സവാള, പകുതി സവാള മതി കേട്ടോ, അധികം ഒന്നും വേണ്ട. പകുതി സവാള കൂടി ഇട്ടേച്ച് നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ നമ്മൾ കട്ടൻ ചായ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഒന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്തിട്ട് ഇത് മാറ്റി വെക്കുക. അപ്പം പിന്നെ നമ്മളിത് മിക്സിയിൽ സവാളയും കറ്റാർവാഴയും കൂടി അരച്ചില്ലേ, അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കുറച്ച് നമ്മുടെ കട്ടൻ ചായയും കൂടി ചേർത്താണ് ഇത് അരച്ചെടുത്ത് വെക്കണേ കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിൽ കുറച്ചും കൂടി കട്ടൻ ചായ ചേർക്കുക ഇതിൻ്റെ അകത്തോട്ട്. ഇതെന്തിനാണ് നമ്മളിങ്ങനെ തേക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇങ്ങനെ ആക്കണേ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ മുടിയിലൊക്കെ നിറച്ച് സവാള പറ്റി പിടിച്ചിരിക്കും, മനസ്സിലായോ? അപ്പോൾ നമ്മുടെ സവാളയുടെ നീരും കറ്റാർവാഴ ഇതെല്ലാം കൂടി നമുക്കിതിൽ നന്നായിട്ട് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് മുടിയുമ്പോൾ പുരട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വെറുതെ പ്ലെയിൻ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ മുടിയിൽ നമ്മുടെ പറ്റിപ്പിടിച്ചൊന്നും ഇരിക്കത്തുമില്ല. നമ്മുടെ ആ ചണ്ടി നമ്മുടെ മുഴുവനായിട്ട് നമുക്ക് അങ്ങോട്ട് മാറ്റാനും പറ്റും. പിന്നെ നമുക്ക് പ്ലെയിൻ വാഷ് ചെയ്താൽ മതി. ഉണ്ടോ? അപ്പോൾ ഇത് നമ്മുടെ ഏറ്റവും നല്ലതായിട്ട് നമ്മുടെ ഹെയർ ഗ്രോത്തിന് പറ്റിയ ഒരിതാണ്. മുടി കട്ടിയുടെ കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി, ഞാനിത് എപ്പോഴും ചെയ്യുന്നതാണ്. പിന്നെ മുടി കൊഴിച്ചിലും ഒക്കെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ചെയ്തു തുടങ്ങും. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യണേന്ന് ഞാൻ കാണിച്ചു തരാമേ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ഏതെണ്ണ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതിലോട്ട് ഒഴിക്കാം. ഇനി നിങ്ങൾക്ക് വെളിച്ചെണ്ണയാണ് നിങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. ഞാൻ ദേ കാച്ചിയ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട്. ഇനി വേണ്ടവരാണെങ്കിൽ പറഞ്ഞേച്ചാൽ മതി. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെ വേണ്ട, അധികമൊന്നും വേണ്ട, ഒരു 3/4 സ്പൂൺ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്കിങ്ങനെ ചെയ്യണോണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പാക്ക് ഇടുന്നതിനെക്കാട്ട് മുമ്പ് ഓയിൽ പുരട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ ഉണ്ട് നമുക്ക് ഓയിൽ. പിന്നെ നിങ്ങൾക്ക് ഷാമ്പൂ വാഷിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഒരിക്കലും നമ്മൾ ഇങ്ങനെയുള്ള പാക്കൊക്കെ ഇട്ടിട്ട് ഷാമ്പൂ വാഷ് ചെയ്യരുത്. അപ്പോൾ നമുക്കിനി തല അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. നിങ്ങൾ ഒരു മുടി കൊഴിച്ചിലുണ്ടെന്ന് പറഞ്ഞു ആരും ഒരു ടെൻഷൻ അടിക്കണ്ട. പെട്ടെന്ന് തന്നെ നമുക്ക് പിടിച്ച് നിർത്തിയ പോലെ നമുക്ക് നിൽക്കും. അതായത് 2-3 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ മുടി കൊഴിച്ചിൽ പെട്ടെന്ന് തന്നെ നിൽക്കുന്നത്. അപ്പോൾ അത്രയും നല്ല ഇഫക്റ്റുള്ള സാധനമാണ്. അത് നമ്മുടെ വീട്ടിൽ റെഡിയാക്കാൻ പറ്റിയ ഒരു സാധനവും കൂടിയാണ്. അപ്പോൾ ഇത് വെള്ളം പോലത്തെ ഒരിതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൊണ്ടും പേടിക്കേണ്ട. പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാം. ഇപ്പോൾ തണുപ്പൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ പിടിക്കാത്തവരാണ്, അങ്ങനെയൊന്നും നിങ്ങൾക്ക് പ്രശ്നമില്ല. എനിക്കും തണുപ്പൊന്നും പറ്റാത്ത ഒരാളാണ്, തുമ്മലൊക്കെ ഉള്ള ആളാണ്. അപ്പം ഞാൻ വെറും 10 മിനിറ്റേ നിൽക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒന്നും കൊണ്ടും പേടിക്കേണ്ട. വെറും 10 മിനിറ്റ്, അങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർ വെറും 10 മിനിറ്റ് നിങ്ങൾ നിന്നാൽ മതി. എന്നിട്ട് നന്നായിട്ട് ഒന്നത് മസാജ് ചെയ്ത് കൊടുക്കുക, അത്രേ കാര്യമുള്ളൂ. അപ്പോൾ നമുക്കിനി നമ്മുടെ ഈ പാക്ക് നമ്മുടെ നല്ല കറുത്ത് നല്ല ഒരു കളറിലാണ്. അപ്പോൾ ഇത് നമ്മൾ കട്ടൻ ചായ രാവിലെ എണീച്ചിട്ട് നിങ്ങൾ ഉലുവയും കൂടിയിട്ട് തിളപ്പിക്കാൻ നിൽക്കരുത്, ഒരു ഗുണവും കിട്ടത്തില്ല. തലേ ദിവസം തന്നെ ഈ പറഞ്ഞ രീതിയിൽ തന്നെ ആ റേഷ്യോയിൽ തന്നെ ചെയ്യുക. അപ്പം ഈ ഉലുവ കുതിർന്നു കഴിയുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇതാണ് നമുക്ക്. അപ്പോൾ പിന്നെ അതിൻ്റെ ആ ഒരു സത്താണ് നമുക്ക് കൂടുതൽ വേണ്ടത്. എന്നിട്ട് നമ്മൾ പിറ്റേ ദിവസം രാവിലെ ആ വെള്ളത്തിൽ തന്നെ തിളപ്പിക്കുക ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മൾ ഉലുവ വെറുതെ തിളപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയണ ആ ഗുണം കിട്ടൂല. അപ്പം ചായപ്പൊടി നമുക്ക് വിഷയമല്ല, നമുക്ക് അപ്പം തിളപ്പിച്ചാലും മതി. അപ്പോൾ ഇത് നമ്മൾ ഉലുവയും
ചായപ്പൊടിയും കൂടി തലേ ദിവസം ഇട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം വേണം കേട്ടോ തിളപ്പിക്കുക, എന്നാലേ നമ്മൾ വിചാരിച്ച റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് മുടി എന്താണെന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് ഇരി കൊടുക്കണം. അപ്പോൾ നമുക്ക് മുടിക്ക് നല്ല കട്ടിയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള പാക്കൊക്കെ, ഇപ്പോൾ നമുക്ക് എപ്പോഴും ഓരോ പാക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ഷാമ്പു വാഷ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അത് മുടിക്ക് കേടാണ്. അപ്പോൾ നമുക്ക് ഇത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താ വെറുതെ നമ്മൾ അങ്ങോട്ടൊന്ന് തല വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി, വെറുതെ വെള്ളത്തിൽ ഒരു. അപ്പോൾ നമ്മുടെ മുടിയുടെ കെട്ടൊക്കെ നമ്മളൊന്ന് മാറ്റി കൊടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുടി സ്പ്ലിറ്റൻസ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് തുമ്പത്ത് നന്നായിട്ട് ഇതൊന്ന് ഇതാക്കി കൊടുക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കാറുണ്ടല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് അങ്ങനെ ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇതിൽ 1 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പിടിച്ചാൽ പിടികൂടാത്തത്ര മുടി നിങ്ങൾക്ക് വരും ഈ പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ. അപ്പം ഞാനത് സ്ഥിരം യൂസ് ചെയ്യണോണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇതിട്ടാൽ മതി, നല്ലതായിട്ട് മുടിക്ക് നല്ല കട്ടി കിട്ടും. മുടി കൊഴിച്ചില്ലെന്ന് പറഞ്ഞ സാധനം നിങ്ങൾക്ക് വരത്തില്ല. ഇപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പാക്ക് എടുക്കുക, എന്നിട്ടത് ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. സ്പ്രേ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. ഞാൻ പക്ഷേ ഇങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നത്. എങ്ങനെ ചെയ്ത് കൊടുത്താലും നിങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോയതാണേ. അപ്പം ഞാൻ ഇതൊന്നും ഇട്ടില്ല, ഒന്നും കൂടി കുളിക്കണം. രാവിലെ നമുക്ക് ധൃതി പിടിച്ച് പോകുമ്പോൾ നമുക്ക് വെറുതെ ഒന്ന് ഇതൊന്നും ഇടാനുള്ള സമയം കിട്ടിയില്ല. വെളുപ്പിന് പോയപ്പോൾ നമുക്ക് പറ്റത്തില്ലല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ വിചാരിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്ത് നിങ്ങളെയും കൂടി കാണിച്ചു തരാമല്ലോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കട്ടെ, നല്ല റിസൾട്ടാണ് നിങ്ങൾക്ക്. അപ്പോൾ നമുക്ക് ഈ ഇത് ഇടുമ്പോഴുള്ള ഗുണം എന്നാന്ന് വെച്ചാൽ അതിൽ കുറച്ച് എണ്ണമയവും കൂടി ഉണ്ട്. അപ്പം നമുക്ക് വേറെ എണ്ണ ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിട്ട് ഞാൻ പുറത്തോട്ട് പോയിട്ട് വേണം, ഇവിടെയൊക്കെ ആവും അല്ലെങ്കിൽ. എന്നിട്ട് നമുക്ക് നല്ലവണ്ണം ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിലാണ് ഇരിക്കുന്ന കാര്യം. വെറുതെ ഇത് മാത്രം പരട്ടിയാൽ പോരാ, ഒന്ന് തല മുഴുവൻ നല്ലതായിട്ടൊന്നൊരു മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് വേറെ ഒരു ഇതുമില്ല, വെറുതെ വെള്ളത്തിലങ്ങോട്ട് ഒരു സ്മെല്ലിനൊന്നും ഒരു ഇതില്ല. നമ്മൾ ഈ കറ്റാർവാഴ ഇതൊക്കെ കൂടെയൊക്കെ ഇട്ടേക്കണോണ്ട് അങ്ങനെ സവാള നീരും എൻ്റെ ആ ഒരു നമുക്ക് ആ കുത്തലൊന്നും ഉണ്ടാകത്തില്ല. മുടി നല്ല കട്ടി വരും. ഇത് നല്ല പോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ എൻ്റെ മുടി ഈ ഇതിൻ്റെ തുമ്പൊക്കെ ഇങ്ങനെ ഞാൻ എപ്പോഴും മുറിച്ച് കളയും കേട്ടോ, അത് കാര്യം വേറെ. ഇനിയിപ്പം 6 മാസം കൂടുമ്പോൾ ഞാൻ കട്ട് ചെയ്ത് കളയാറുണ്ട്. നമ്മുടെ മുടിയുടെ തുമ്പ് നമ്മൾ കുറേ വളർത്തിയും കഴിയുമ്പോൾ അടിയൊക്കെ ഇങ്ങനെ സ്പ്ലിറ്റൻസ് വരും. അപ്പം അങ്ങനെ മടിയുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചത് വെട്ടിക്കളയിടാന്നല്ലേ. എന്നിട്ട് നമുക്ക് ഇതുപോലെയുള്ള ഈ പാക്ക് എടുത്ത് നമുക്കിങ്ങനെ പുരട്ടിക്കഴിഞ്ഞാൽ മേളിലോട്ടുള്ളതൊക്കെ അതങ്ങ് പോകും. അല്ല കുറേ വെട്ടിക്കളയാൻ പറ്റത്തില്ലല്ലോ. തുമ്പ് എപ്പോഴും നമ്മൾ വെട്ടിവിടുക. എന്നിട്ട് ഈ പാക്ക് എടുത്ത് വെച്ച് എല്ലായിടവും ഒന്ന് പുരട്ടി കൊടുക്കുക കേട്ടോ. അപ്പം നല്ലതായിട്ട് നമ്മുടെ കുറച്ചുള്ളെങ്കിലും മുടി നല്ല കട്ടിക്കൊണ്ടുപോകാനായിട്ട് നമുക്ക് ഈ പാക്ക് നല്ലതായിട്ട് ഉപകരിക്കും. പിന്നെ മുടി കൊഴിച്ചില്ല അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും നിങ്ങൾക്ക് വരത്തില്ല. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക. ഇതിപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ കുറച്ചധികം കൂടെ ഉണ്ടാക്കി വെക്കുക.
ഉണ്ടാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. 3 ദിവസം അടുപ്പിച്ച് അങ്ങോട്ട് ഇടുക. വെറുതെ തലയിലെ കെട്ടൊക്കെ മാറ്റി സ്കാൽപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത്, ഇപ്പം ഞാൻ ഇന്ന് രാവിലെയൊക്കെ ശരിക്കും ചെയ്തതാണ്. എന്നിട്ട് ഈ പാക്ക് നമ്മുടെ അങ്ങോട്ട് എല്ലായിടും സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ കൈ കൊണ്ട് പുരട്ടുകയോ എന്തെങ്കിലും ചെയ്യുക. എന്നതിന് ശേഷം നിങ്ങൾ പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്യുക 3 പ്രാവശ്യം. അപ്പോൾ ഇത് പുരട്ടി കഴിഞ്ഞിട്ട് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മുടെ ഈ പിന്നെ മുടിയും നമ്മുടെ സ്കാൽപ്പും കൂടി അതെന്നോടൊരു വൈദ്യം പറഞ്ഞു തന്നാണേ പണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തിട്ടാലും ഈ നമ്മുടെ റൂട്ട് നമ്മളിങ്ങനെ അമർത്തണം എന്നാണ് പറയണത്. റൂട്ടും ഈ പിന്നെ നമ്മുടെ സ്കാൽപ്പും കൂടി നല്ലതായിട്ട് അമർത്തി കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് മുടി വളരത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം അതുപോലെ തന്നെ നിങ്ങൾ ഈ 3 വിരലുകൊണ്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് ചെയ്യണം. നല്ല റിസൾട്ടായിരിക്കും. ഇനി എന്നിട്ട് ഞാൻ ഒരു 10 മിനിറ്റേ ഇരിക്കത്തുള്ളൂ. അധികം നേരമൊന്നും ഇരിക്കില്ല. ജസ്റ്റ് വെള്ളത്തിലൊന്ന് വാഷ് ചെയ്തങ്ങ് കളയും. അപ്പം നല്ല റിസൾട്ടാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം. താങ്ക് യു.